ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇനിയും തുടർന്ന് വേണം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, എന്നിട്ട് ആ ബെൽ ഐക്കണോട് ഓൺ ആക്കിയിട്ടോ, എങ്കിലേ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ഒഫീഷ്യലി നമ്മളെ യൂട്യൂബ് ചാനൽ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം കൂടെ കുടിക്കോ. ഒരേ റേറ്റിന് കൊടുക്കാനായിട്ട് നല്ല അടിപൊളി 3 സ്ക്വയർ ഫീറ്റാണ് മസ്കയിൽ വന്നിരിക്കുന്നത്. ഏതെടുത്താലും 1,55,000 രൂപ. 2 DI എഞ്ചിൻ വരുന്ന വണ്ടിയും 1 CRD എഞ്ചിൻ വരുന്ന വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. 2 സൈഡ് കിടക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ DI എഞ്ചിൻ വരുന്ന 2004 മോഡൽ വണ്ടികളാണ്. സെന്ററിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ 2007 മോഡൽ CRD എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. DI എഞ്ചിൻ വരുന്ന 2 സ്കോർ, അതും ഫുൾ ഓപ്ഷൻ വണ്ടി. AC, ഫോട്ടോ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് വരുന്ന 2 വണ്ടി. രണ്ടും 1,55,000 കൊടുക്കാനായിട്ട് വണ്ടികളാണ്. ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2004 മോഡൽ വണ്ടിയാണ്. 29 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പിന്നെ ടാക്സ് മാത്രമില്ല, 1,55,000 പുതിയ ടാക്സ് എടുത്ത് പേര് മാറി തരും. ഇപ്പർ സൈഡിലോട്ട് വരികയാണെങ്കിൽ 2004 മോഡൽ സെയിം വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ് 5 ദിവസമായിട്ടുള്ളൂ. ടാക്സ് ആയാലും ഇൻഷുറൻസ് ആയാലും ഫിറ്റ്നസ് ആയാലും എല്ലാം പുത്തൻ പേപ്പർ. 2030 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടൊക്കെ വേണ്ടി, അതും 1,55,000. ഇനി ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാനുള്ള ടയർ ഭാഗം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ടയറും എബോവ് 50% മുകളിൽ ഉണ്ട്. ഇനി മെയിൻ ആയിട്ട് നമ്മൾ സ്കോർപിയോ എടുക്കുമ്പോൾ നോക്കുന്നത് തന്നെ ബോഡിയുടെ കണ്ടീഷനാണ്. ബോഡിയിൽ ഒരു തരത്തിലുള്ള പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അണ്ടർ ബോഡി പക്കാ നീറ്റാണ്. മേജർ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴക്കത്തിന്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മേജർ പാച്ച് വർക്കായിട്ട് വണ്ടിയിൽ ഒരിടം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും ബോഡി നല്ല ക്വാളിറ്റിയിൽ മാനേജ് ചെയ്തിട്ടുള്ള ഒരു സ്കോർപിയോ ആണ് ഈ 2004 വണ്ടി എന്ന് പറഞ്ഞാൽ. ഇനി വണ്ടിയുടെ ഇന്ത്യയിലെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ ബോഡിയുടെ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ലെതർ സീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ സീറ്റിൽ. പിന്നെ ഇന്ത്യയിൽ നല്ല ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയുടെ ഇന്ത്യയിൽ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ 10 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സെയിം മോഡൽ വണ്ടി തന്നെയാണ് ഇത്. എന്നാൽ കുറച്ചും കൂടെ ലുക്ക് വൈസ് നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത്. കാരണം ഫ്രണ്ട് ബമ്പർ അതുപോലെ ക്രോമും കാര്യങ്ങളെല്ലാം ഇതിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ 2 ടയർ എന്ന് പറഞ്ഞാൽ ആവറേജ് കണ്ടീഷൻ എന്ന് പറയാനുള്ളൂ. അത്യാവശ്യം ഒരുപാടൊന്നും ഓടാനില്ല. കുറച്ച് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഇനി ഓടുന്നതിന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ടയർ മാറ്റേണ്ടി വരത്തില്ല. ഇനി ബാക്കിലെ ടയർ ഭാഗം 2 ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 75% മുകളിൽ ടയർ ഭാഗം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓടാനുള്ള ടയർ ഭാഗമാണ് ബാക്കിൽ 2 ടയറും ഉള്ളത്. പുറമെ വണ്ടി അടിപൊളിയാണെങ്കിലും ബോഡിയിൽ വേറെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ആവറേജ് എന്ന് പറയാനുള്ളതേ ഉള്ളൂ. ഭയങ്കര ഹൈ ക്വാളിറ്റി ഇന്ത്യൻ സൈഡ് എന്നൊന്നും പറയാനില്ല. ആവറേജ് കണ്ടീഷൻ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒരു ആവറേജ് കണ്ടീഷനിൽ നിലനിൽക്കുന്ന സീറ്റ് ഭാഗമാണ് ഉള്ളത്. സിസ്റ്റത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നോർമൽ സിസ്റ്റം, ഒരു പഴയ മോഡൽ സിസ്റ്റമാണ് അതിനകത്ത് ഇരിക്കുന്നത്. വേറെ സിസ്റ്റം കാര്യങ്ങളോ ഒന്നും കയറ്റിയിട്ടൊന്നുമില്ല. ഇനി മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഇന്ത്യൻ സൈഡ് അതിന്റെ അത്ര പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു നോർമലാണ്, ആവറേജ് കണ്ടീഷനാണ്. ഇതിനകത്ത് കുറച്ച് വർക്ക് എടുക്കേണ്ടി വരും ഇന്ത്യൻ സൈഡ്. 2007 മോഡൽ CRD എഞ്ചിൻ വരുന്ന സ്കോർപിയോ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ്. 3rd ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. 2027 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഏത് പേപ്പർ ഒഴിച്ച് ഇൻഷുറൻസ് മാത്രമില്ല, അതും പുത്തൻ ഇൻഷുറൻസ് എടുത്ത് തരും. 1,55,000 രൂപയ്ക്ക് പുത്തൻ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി തരും. മറ്റ് 2 വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആ 2 വണ്ടിക്ക് ഇല്ലാത്ത അലോയ് വീൽ ഇതിൽ വരുന്നുണ്ട്. അലോയ് വീൽ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് 2 പുത്തൻ ടയറും കിടപ്പുണ്ട്. 90% മുകളിൽ ഓടാൻ ടയർ ഭാഗം കിടപ്പുണ്ട്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ 50% മുകളിൽ ടയർ ഭാഗവും വരുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓടാനുള്ള 4 ടയർ ഭാഗമുള്ള വണ്ടിയാണ് ഈ സ്കോർപിയോ എന്ന് പറഞ്ഞാൽ. ഈ വണ്ടിയുടെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം ചെറിയൊരു വലിയ ക്രാക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഗ്ലാസും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. അതിന് എക്സ്ട്രാ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ആവത്തില്ല. വെറും 2,500 രൂപയ്ക്ക് ഇതിന്റെ ഗ്ലാസ് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ വണ്ടിയുടെ ഇന്ത്യൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഈ സ്കോർപിയോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ 3 സ്കോർപിയോനെ കിടക്കണ കാണാൻ തന്നെ എന്ത് രസമാണ്. അപ്പൊ എല്ലാ വണ്ടിക്കും ഒരേ റേറ്റ് 1,55,000 രൂപയ്ക്ക് കൊടുക്കാടിക്കുന്ന വണ്ടികളാണ്. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ വണ്ടിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ നേരിട്ട് വരിക, നേരിട്ട് വന്ന് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തുണ്ടോ ഫസ്റ്റ് പറഞ്ഞവർക്ക് ചോയ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് ഇറങ്ങിക്കോ. വരേണ്ട ലൊക്കേഷൻ ട്രിവാൻഡ്രം പുഴനാട്. വണ്ടി ഇഷ്ടപ്പെട്ടവര് എടുത്തോണ്ട് പോവാ.